കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ഭാഗവതം ദശമസ്കന്ധം 4-ാമത്തെ അധ്യായമാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ തിരു അവതാരം നാം പഠിച്ചു കഴിഞ്ഞു. ചിങ്ങമാസത്തിൽ അർദ്ധരാത്രിയിൽ രോഹിണി നക്ഷത്രത്തിൽ അഷ്ടമി തിഥിയിൽ ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചു. 4 കൈകളിൽ ശംഖുചക്ര ഗദാധാരിയായിട്ടാണ് ഭഗവാനെ വസുദേവരും ദേവകിയും ദർശിച്ചത്. വസുദേവർ ആദ്യം സ്തുതിച്ചു, അത് കഴിഞ്ഞ് ദേവകി സ്തുതിച്ചു. ദേവകി ചോദിച്ചു, എന്താണ് ഭഗവാൻ എന്റെ ഗർഭത്തിൽ വന്ന് അവതരിക്കാൻ കാരണം? അപ്പോൾ അവരുടെ പൂർവ്വ വൃത്താന്തം ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഭഗവാൻ ജനിച്ചതെന്നെല്ലാം നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് കഴിഞ്ഞു പറഞ്ഞു, എന്നെ എടുത്തു കൊണ്ടുപോയി ഗോകുലത്തിൽ യശോദ അവിടെ യോഗ മായാദേവിയെ പ്രസവിച്ചിട്ടുണ്ട്, അവിടെ കിടത്തിയിട്ട് യശോദയുടെ ആ പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവരണം എന്ന് ഭഗവാൻ നിർദ്ദേശിക്കുകയാണ്. അപ്പൊ ദേവകി അഭ്യർത്ഥിച്ചു, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഈ രൂപം മാറ്റിയിട്ട് ഒരു ശിശുവിന്റെ രൂപം കൈക്കൊള്ളണമേ, അല്ലെങ്കിൽ കംസന്റെ ആളുകൾ അങ്ങയെ തിരിച്ചറിയും. അപ്പോ ദേവകിയുടെ അഭ്യർത്ഥന മാനിച്ച് ഭഗവാൻ ഉടനെ തന്നെ ഒരു കുഞ്ഞിന്റെ രൂപം പ്രാപിച്ചു. വസുദേവർ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഗോകുലത്തിലേക്ക് പോകുന്നു. അപ്പോൾ അനന്തൻ കുട പിടിച്ചു കൊടുക്കുന്നു. അതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെ ചെന്നപ്പോൾ യശോദ പ്രസവിച്ചു, ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഉറക്കത്തിലാണ്. കുഞ്ഞ് ആണോ പെണ്ണോ എന്നൊന്നും അറിഞ്ഞില്ല. മായാദേവിയുടെ പ്രഭാവം കൊണ്ട് എല്ലാവരും അവിടെയും ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിനെ എടുത്ത് ഈ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് വസുദേവർ തിരിച്ച് കംസന്റെ കാരാഗ്രഹത്തിൽ എത്തുന്നു. അപ്പോൾ വസുദേവർ പോയപ്പോൾ ചങ്ങലകളെല്ലാം മാറി കതവ് തുറന്നു കിടന്നിരുന്നു. അപ്പൊ വസുദേവർ അകത്ത് കയറിയതും ആ കഥകളെല്ലാം അടഞ്ഞു. അപ്പോൾ അതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് നമുക്ക് 4-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധഃ അഥ ചതുർത്ഥോധ്യായ. ശ്ലോകം. ശ്രീശുക ഉവാച ബഹിരന്തപുരദ്വാര സർവ പുരവദാവൃതാഃ സർവം പൂർവവത് ആവൃതാഃ തതോ ബാലധ്വനിം ശുദ്ധ്വാ ഗൃഹപാലാ സമുദ്ധിതാഃ. പദച്ഛേദം നോക്കാം. ബഹിഃ അന്തഃ പുരദ്വാരഃ സർവാഃ പൂർവവത് ആവൃതാഃ പൂർവവത് ആവൃതാഃ തതഃ ബാലധ്വനിം ശുദ്ധ്വാ ഗൃഹപാലാഃ സമുദ്ധിതാഃ. വസുദേവർ കുഞ്ഞിനെ, ആ പെൺകുഞ്ഞിനെ യോഗമായാദേവിയെ എടുത്തുകൊണ്ടുവന്ന് ദേവകിയുടെ അടുത്ത് കിടത്തിയപ്പോൾ ബഹിരന്തഃ പുരദ്വാരഃ, ഉള്ളിലും പുറത്തുമുള്ള പ്രവേശന കവാടങ്ങളല്ലേ സർവം എല്ലാം പൂർവവത് മുമ്പത്തെ പോലെ തന്നെ ആവൃത അടയ്ക്കപ്പെട്ടു. വസുദേവൻ പോയപ്പോഴെല്ലാം തുറന്നു കിടന്നിരുന്നു. അതുപോലെ കാവൽക്കാരെല്ലാം മയക്കത്തിലായിരുന്നു. യോഗമായാദേവി അവരെല്ലാം മയക്കി. അപ്പൊ ഇപ്പോഴോ മുൻപത്തെ പോലെ തന്നെ വാതിലുകളെല്ലാം അടയ്ക്കപ്പെട്ടു. തതഃ അനന്തരം ബാലധ്വനി, കുട്ടിയുടെ ശബ്ദത്തെ ശുദ്ധ്വാ കേട്ടിട്ട്. അപ്പൊ കുഞ്ഞിനെ കൊണ്ട് കിടത്തി വാതിലുകളെല്ലാം അടഞ്ഞു കഴിഞ്ഞപ്പോൾ കുഞ്ഞെന്ത് ചെയ്തു? കരഞ്ഞു. അപ്പൊ ബാലധ്വനിയും ആ കുട്ടിയുടെ ശബ്ദം കേട്ടിട്ട് ബാലധ്വനി ആ പെൺകുഞ്ഞിന്റെ ബാല
ധ്വനി, അതായത് ഇത് പെൺകുഞ്ഞാണ്, അതുകൊണ്ടാണ് അവിടെ ആ കുട്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ ബാലധ്വനി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ശബ്ദം കേട്ട് വസുദേവർ എന്ത് ചെയ്തു? വസുദേവർ അങ്ങനെ നിന്നപ്പോൾ തതഹ ബാലധ്വനി ശ്രുത്വ, അത് കേട്ടിട്ട് ഗൃഹപാലാഹ, വീട്ടുകാവൽക്കാർ, ഇവിടെ കാവലിന് നിന്നവർ, സാധാരണ ഗൃഹപാലാഹ എന്ന് പറഞ്ഞ പട്ടികളെയാണ് പറയുന്നത്, മൃഗത്തെ സംരക്ഷിക്കുന്നവർ പട്ടികളെ. ഇവിടെ പട്ടികളെ പോലെ കംസന്റെ ആജ്ഞാനുവർത്തികളായി നിന്ന ആ കാവൽ ഭടന്മാർ, അവരെ സമുദ്ധിത പെട്ടെന്ന് എഴുന്നേറ്റു. അവർ പെട്ടെന്ന് ഉറങ്ങിപ്പോയല്ലോ. കുട്ടിയുടെ കരച്ചിൽ കേട്ടതും അവർ ചാടി എണീറ്റു. ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ബഹിരന്തപുരദ്വാര സർവാ പൂർവവതാവൃതാഹ തദോ ബാലധ്വനീം ശ്രുത്വാ ഗൃഹപാലാ സമുദ്ധിതാഹ. ശ്ലോകം 2. തേ തു തൂർണമുപവ്രജ്യ ദേവക്യാ ഗർഭജന്മതത് ആജഖുർഭോജരാജായ യദുദ്വിഗ്ന പ്രതീക്ഷതേ. പദച്ഛേദം. തേ തു തൂർണം ഉപവ്രജ്യ ദേവക്യാ ഗർഭജന്മ തത് ആജഖുർ ഭോജരാജായ യദു ഉദ്വിഗ്ന പ്രതീക്ഷതേ. അന്വയാർത്ഥം നോക്കാം. തേത്തു, അവരാകട്ടെ, അതായത് ഈ കാവൽക്കാരാകട്ടെ, തൂർണം, വേഗത്തിൽ, കുട്ടിയുടെ കരച്ചിൽ കേട്ടതും കംസനെ വിവരം അറിയിക്കണമല്ലോ, വേഗത്തിൽ ഉപവ്രജ്യ, സമീപത്തെ പ്രാപിച്ചിട്ട് ദേവകിയുടെ തത്, ആ ഗർഭജന്മത്തെ ഭോജരാജായ കംസനായിക്കൊണ്ട് ആചക്രോ, കംസനോട് ചെന്ന് അറിയിച്ചു. ഉദ്വിഗ്ന, ഭീതനായിട്ട്, യാതൊന്നിനെ പ്രതീക്ഷതേ, കാത്തിരിക്കുന്നു. ഇതിനെ പ്രതീക്ഷിച്ച്, 8ാമത്തെ പുത്രൻ ജനിക്കുന്നത് പ്രതീക്ഷിച്ച് കാത്തുകൊണ്ടിരുന്ന ആ കംസനോട് ചെന്ന് കാവൽക്കാർ വിവരം അറിയിക്കുന്നു. ശ്ലോകം 2. തേത്തു തൂർണമുപവ്രജ്യ ദേവക്യാ ഗർഭജന്മതത് ആജകൃഭോജരാജായ യദുദ്വിഗ്ന പ്രതീക്ഷതേ. അടുത്ത 3ാമത്തെ ശ്ലോകം. സ തൽപാ തൂർണമുത്ഥായ കാലോയമിതി വിഹ്വലഃ സൂദീഗൃഹം അഗാതൂർണം പ്രസ്ഖലൻ മുക്ത ഊർധ്വജഃ. സഹ തൽപാത് തൂർണം ഉത്ഥായ കാലഃ അയം ഇതി വിഹ്വലഃ സൂദീഗൃഹം അഗാത് തൂർണം പ്രസ്ഖലൻ മുക്ത ഊർധ്വജഃ. അപ്പൊ ഇത് കേട്ടത് പാതി, കേൾക്കാത്തത് പാതി. കംസ ഉറങ്ങിക്കിടന്നതാണ്, ഉറക്കത്തിലാണ്. കാവൽക്കാർ വേഗമെന്ന് പറഞ്ഞത്, അതാ ദേവകി പ്രസവിച്ചു, കുഞ്ഞ് കരയുന്നു. കിടക്കയിൽ നിന്ന് ചാടി എണീക്കുകയാണ്. അതാണ് അവൻ തൂർണം, വേഗത്തിൽ, ശൈനത്തിൽ നിന്ന് ഉത്ഥായ, എഴുന്നേറ്റിട്ട്, അയം, ഇവൻ, കാലഹ, കാലനാണ്, ഇതി, അപ്പൊ ഇവൻ കാലനാണ്, എന്റെ കാലനാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് 8ാമത്തെ പുത്രനാണല്ലോ, കാലനാണ് ഇത് എന്ന് വിഹ്വല, വിവശനായിട്ട് പറഞ്ഞ് സൂദീഗ്രഹം, പ്രസവമുറിയെ തൂർണം, പെട്ടെന്ന്, പ്രസ്ഖലൻ മുക്ത ഊർധ്വജഃ, പ്രസ്ഖലൻ, അപ്പൊ ചാടി എണീറ്റപ്പോഴാ ആ തടഞ്ഞൊക്കെ വീണു, ആ തടഞ്ഞു വീണു, എന്നിട്ട് അവിടെ നിന്ന് ചാടി എണീറ്റു. പിന്നെ തലമുടിയൊക്കെ അഴിഞ്ഞു കിടന്നു, ഉറക്കത്തിലല്ലേ, ഉറക്കച്ചടവോടെ എണീറ്റ് ഓടുകയാണ്. അതാ എന്റെ കാലന അവതരിച്ചിരിക്കുകയാണ്, ജനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കിടക്കയിൽ നിന്ന് ചാടി എണീറ്റ് ഓടി. അപ്പൊ മുടിയൊക്കെ അഴിഞ്ഞു കിടന്നു, ഇടയ്ക്ക് തടഞ്ഞു വീണു, കാലരണ്ട് വീണു. എന്നിട്ടും കംസൻ എന്ത് ചെയ്തു? ഇതൊക്കെ ദുർലക്ഷണമാണ്, ഇത് ഇഷ്ടസിദ്ധി വരികയില്ല എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുകയാണ്. ശ്ലോകം 3 പറയാം ഒന്നുകൂടെ. സതൽപാ തൂർണമുത്ഥായ കാലോയമിതി വിഹ്വലഃ സൂദീഗൃഹമഗാതൂർണം പ്രസ്ഖലൻ മുക്തമൂർധ്വജഃ. ശ്ലോകം 4.
തമാഹ പ്രാതരം ദേവി കൃപണാ കരുണം സദീ സ്നുഷേയം തവ കല്യാണ സ്ത്രീയമ്മ ഹന്തുമർഹസി. പദച്ഛേദം. തം ആഹ പ്രാതരം ദേവി കൃപണ കരുണം സദീ സ്നുഷേയം തവ കല്യാണ സ്ത്രീയം മാ ഹന്തും അർഹസി. അപ്പോ കംസൻ പെട്ടെന്ന് വരികയാണ്, ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞു വരികയാണ്. അപ്പോഴാ തമ്മാഹ പ്രാതരം ദേവി. അപ്പൊ ദേവി അവനോട് പറയുകയാണ്, കൃപണ ദുഃഖിതയായും സതി പതിവ്രതയായും ഇരിക്കുന്ന ദേവി ദേവകി കരുണം ദുഃഖത്തോടുകൂടി വേണം. തം പ്രാതരം ആഹ, ആ ഭ്രാതാവിനോട് സഹോദരനോട് ഇങ്ങനെ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? കല്യാണ മംഗള ഗുണങ്ങൾ തികഞ്ഞവനെ. കംസനെ പുകഴ്ത്തി പറയുകയാണ്, മംഗള ഗുണങ്ങൾ തികഞ്ഞവനെ. ദുഷ്ടനാണെങ്കിലും കംസനെ വിളിക്കുകയാണ്, ആ സദ്ഗുണങ്ങൾ നിറഞ്ഞ ഭാഗ്യവാനെ. ഇവൻ തവ നിന്റെ സ്നുഷ പുത്രഭാര്യയാകുന്നു. ദേവിയുടെ സഹോദരനല്ലേ കംസൻ. അപ്പൊ കംസന്റെ പുത്രഭാര്യയായിട്ട് വരേണ്ടവളാണ്. പുത്രഭാര്യ സ്ത്രീയുമാണ്. അപ്പൊ കുട്ടി ആണല്ല, അങ്ങയുടെ പുത്രഭാര്യയാണ്, സ്ത്രീയാണ്. അന്ത് ഭനിക്കാനായിക്കൊണ്ട് മാർഹസി അർഹിക്കുന്നില്ല. അപ്പൊ ഈ കുട്ടി ആൺകുട്ടിയല്ല, പെൺകുട്ടിയാണല്ലോ. അപ്പൊ എന്തിനാണ് ഇവളെ കൊല്ലുന്നത്? അങ്ങയുടെ പുത്രഭാര്യയായി വരേണ്ടവളല്ലേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ദേവകി കംസനോട് പറയുന്നു. ശ്ലോകം 4. തമ്മാഹ പ്രാതരം ദേവി കൃപണ കരുണം സദീ സ്നുഷേയം തവ കല്യാണ സ്ത്രീയമ്മ ഹന്തുമർഹസി. ശ്ലോകം 5. ബഹവോ ഹിംസിതാ ഭ്രാത ശിശവ പാവഗോപമാഹ ത്വയാ ദൈവ നിസൃഷ്ടേന പുത്രികൈകാ പ്രദീയതാം. പദച്ഛേദം. ബഹവഃ ഹിംസിതാഃ പ്രാതഃ ശിശവഃ പാവകോപമാഃ ത്വയാ ദൈവ നിസൃഷ്ടേന പുത്രിക ഏകാ പ്രദീയതാം. ബഹവോ ഹിംസിത പ്രാതഃ ഹേ സഹോദര, പാവകോപമാ അഗ്നിതുല്യരായ ബഹുവ ശിശവഃ ധാരാളം കുട്ടികളെ ദൈവസൃഷ്ടേന ദൈവത്താൽ പ്രേരിപ്പിക്കപ്പെട്ട ത്വയ നിന്നാൽ ഹിംസിക്കപ്പെട്ടു. അത് അല്ലയോ സഹോദര, എന്റെ 6 കുട്ടികളെയും നീ കൊന്നു കഴിഞ്ഞു. അത് സമാധാനിക്കാൻ വേണ്ടി പറയണം. അത് നീ ദൈവത്താൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ടാണ് കൊന്നുകളഞ്ഞത്. ഇപ്പോഴുള്ളതോ ആൺകുട്ടിയല്ല, 8ാമത്തെ പുത്രൻ എന്നാണ് പറഞ്ഞത്. ഏകാ പുത്രിക, ഇത് ഏകയായിരിക്കുന്നത്. എനിക്ക് ആകെ ഒരു പുത്രിയേ ഉള്ളൂ. ഈ പുത്രി പ്രദീയത, ഈ പുത്രിയെ നീ എന്ത് ചെയ്യണം? എന്നെ തിരിച്ചു കൽപ്പിക്കണം. അപ്പം 6 മക്കളെയും കൊന്നല്ലോ, ഇപ്പോഴത്തെ പുത്രിയല്ലേ, ഈ പുത്രിയെ നീ എന്തായാലും എനിക്ക് തരണം എന്ന് പറയുകയാണ്. ബഹവോ ഹിംസിതാ പ്രാത ശിശവ പാവഗോപമാ ത്വയാ ദൈവ നിസൃഷ്ടേന പുത്രികൈകാ പ്രദീയതാം. ശ്ലോകം 6. നന്വഹം തേഹി അവരജ ദീനാഹത സുതപ്രഭോ ദാതും അർഹസി മന്ദായ അംഗേ മാം ചരമാം പ്രജാം. പദച്ഛേദം. നന്വഹം ഹി അവരജ ദീന ഹതസുത പ്രഭോ ദാതും അർഹസി മന്ദായ അംഗ ഇമാം ചരമാം പ്രജാം. അംഗ, ഹേ ഭ്രാത, ഹതസുതാഹ കൊല്ലപ്പെട്ട പുത്രന്മാരോടുകൂടിയും ദീന ദുഃഖിതയും ആയ അഹം ഞാൻ. എന്റെ 6 പുത്രന്മാരും മരിച്ചു, അതിൽ ദുഃഖിതയായി ഞാൻ ഇരിക്കുകയാണ്. പ്രഭോ സർവസമർത്ഥ തേ അങ്ങയുടെ അവരജാഹി നു അനുജത്തി തന്നെ അല്ലയോ ഞാൻ, അങ്ങയുടെ അനുജത്തി അല്ലയോ ഞാൻ. ചരമം അവസാനത്തെ ഇമാം പ്രജ, അവസാനത്തെ ഈ സന്താനത്തെ. എനിക്കിനി കുട്ടി ജനിക്കുമെന്ന് അറിഞ്ഞൂടാ, ഇത് അവസാനത്തെ സന്താനമാണ്. മന്ദായി
ഭാഗ്യഹീനയായ മഹ്യം എനിക്കായിക്കൊണ്ട് ദാനം ചെയ്യാനായിക്കൊണ്ട് അർഹസി യോഗ്യനായി ഭവിക്കുന്നു. അപ്പൊ എനിക്ക് ഈ കുട്ടിയെങ്കിലും അങ്ങ് തരണം. 6 പുത്രന്മാരെ അങ്ങ് കൊന്നല്ലോ, അങ്ങയുടെ സഹോദരിയല്ലേ ഞാൻ. എന്നിൽ കരുണ കാട്ടി ഈ പുത്രിയെങ്കിലും എനിക്ക് തരണമെന്ന് അപേക്ഷിക്കുകയാണ്. ശ്ലോകം 6. നന്വകം തേഹ്യവരജ ദീനാഹത സുധാ പ്രഭോ ദാതും അർഹസി മന്ദായ അംഗേ മാം ചരമാം വ്രജാം. ശ്ലോകം 7. ശ്രീശുക ഉവാചാം ഉപഗുഹ്യാത്മജാമേവം രുദത്യാ ദീനദീനവത് യാജിതസ്താം വിനിർഭത്സ്യ ഹസ്താദാച്ഛിദേ ഖലഃ. പദച്ഛേദം. ഉപഗുഹ്യ ആത്മജ ഏവം രുദത്യ ദീനവത് യാജിതഃ താം വിനിർഭത്സ്യ ഹസ്താത് ആജിച്ഛിദേ ഖലഃ. ആത്മജ പുത്രിയെ ഉപഗുഹ്യ ആലിംഗനം ചെയ്തിട്ട് ഏവം ഈ വിധം ദീനദീനവത് അതി ദുഃഖിതയെ പോലെ രുദത്യ കരയുന്ന അവളാൽ യാചിതഃ പ്രാർത്ഥിക്കപ്പെട്ട കലഹ ദുഷ്ടൻ കംസൻ താം അവളെ വിനിർഭത്സ്യ അവള് പറയുന്നത് കേൾക്കാതെ ഭർസിച്ചിട്ട് അവളെ ശകാരിച്ചിട്ട് ഹസ്താദ് കയ്യിൽ നിന്ന് ആജിച്ഛിതേ കുട്ടിയെ എന്ത് ചെയ്തു? തട്ടിപ്പറിച്ചെടുത്തു. അപ്പൊ അവള് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലയോ ജ്യേഷ്ഠ, ഈ കുഞ്ഞിനെങ്കിലും എനിക്ക് തരണമെന്ന് പറഞ്ഞ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു. അപ്പൊ അവളെ ശകാരിച്ചിട്ട് എന്ത് ചെയ്തു? ആജിച്ഛിതേ അവളിൽ നിന്ന് പിടിച്ച് പറിച്ചെടുത്തു കംസൻ കുട്ടിയെ. ഇത് ദേവകിയുടെ സ്വന്തം പുത്രി അല്ലെങ്കിലും ആത്മജ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ സ്വന്തമാണെന്നതുപോലെയാണ്, കംസന് സ്വന്തമാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ആത്മജ, എന്റെ സ്വന്തം പുത്രി എന്നുള്ള രീതിയിലാണ് ദേവകി പറഞ്ഞത്. ശ്ലോകം 8. താം ഗൃഹീത്വാ ചരണയോർ ജാതമാത്രാം സ്വസുസുതാം അബോധയത് ശിലാപൃഷ്ടേ സ്വാർത്ഥോ ഉന്മൂലിത സൗഹൃദഃ. താം ഗൃഹീത്വാ ചരണയോഃ ജാതമാത്രാം സ്വസുഹു സുതാം അബോധയത് ശിലാപൃഷ്ടേ സ്വാർത്ഥ ഉന്മൂലിത സൗഹൃദഃ. ജാതമാത്ര ഉടനെ ജനിച്ചതും സ്വസു സഹോദരിയുടെ സുത പുത്രിയുമായ താം ആ കുട്ടിയെ ചരണയോഹോ കാലുകളിൽ ഗൃഹീത്വ പിടിച്ചിട്ട്, ദുഷ്ടനാണല്ലോ, അതുപോലെ കംസന്റെ ദേഷ്യം എന്താണ്, ഈ കുട്ടിയാണ് എന്നെ കൊല്ലാൻ പോകുന്നത് എന്ന് പറഞ്ഞ് കാലിൽ തൂക്കി പിടിച്ചിട്ട് സ്വാർത്ഥോ ഉന്മീലിത സൗഹൃദ സ്വപ്രയോജനത്തെ ഉദ്ദേശിച്ച് സ്നേഹം തീരെയില്ലാതെ, അതായത് ഒരു കുഞ്ഞു കുട്ടിയാണല്ലേ, പ്രസവിച്ച ഉടനെയാണ്, എന്നിട്ടും അവന്റെ സ്വാർത്ഥതയാണ് നോക്കിയത്, എന്നെ കൊല്ലാൻ ജനിച്ചതല്ലേ ഇത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി കുഞ്ഞിന്റെ കാലില് വലിച്ചു പിടിച്ച് ശിലാപൃഷ്ഠേ കല്ലിന്മേൽ അബോധയ ബലമായി അടിച്ചു. അപ്പോ ഈ കുഞ്ഞുങ്ങളെയൊക്കെ അടിച്ചു കൊല്ലാൻ ഒരു കല്ലിട്ടിട്ടുണ്ട് കംസൻ. അപ്പോ നേരത്തെ 6 കുട്ടികളെ അടിച്ചു കൊന്നതുപോലെ ഇതിനെയും കാലുകളിൽ തൂക്കിപ്പിടിച്ച് ഊക്കോടെ കല്ലിന്മീതെ എറിഞ്ഞു, ഊക്കോടെ അടിച്ചു. താം ഗൃഹീത്വാ ചരണയോർ ജാതമാത്രം സ്വസുസുതാം അബോധയ ശിലാപൃഷ്ഠേ സ്വാർത്ഥോന്മൂലിത സൗഹൃദഃ. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ശ്ലോകം 9. സാ തദ്ഹസ്താത് സമുത്പത്യ സത്യോ ദേവ്യംബരം ഗദാ അദൃശ്യത അനുജാ വിഷ്ണോ സായുധ അഷ്ടമഹാഭുജാഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ഓം ശ്രീ മഹാദേവ്യേ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ.
അപ്പൊ കംസൻ കല്ലിലടിച്ചപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? സാ തത് ഹസ്താത് സമുത്പത്യ സദ്യ ദേവി അംബരം ഗത അദർശ്യത അനുജ വിഷ്ണോഹോ സാ ആയുധ അഷ്ട മഹാഭുജ. സാ ഹസ്ത സാ അവൾ, ആ കുട്ടി എന്ത് ചെയ്തു? തത് ഹസ്ത അവന്റെ കയ്യിൽ നിന്ന്, അവൻ ഇങ്ങനെ കല്ലിലടിക്കാൻ കൈ ഓങ്ങിയതും കയ്യിൽ നിന്ന് സദ്യ ഉടനെ തന്നെ സമുത്പത്യ മേൽപോട്ട് പൊങ്ങി. ഈ കുഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് മേൽപോട്ട് പൊങ്ങി. അമ്പരം ആകാശത്തെ ഗത പ്രാപിച്ചവളായി മേൽപോട്ട് പൊങ്ങി ആകാശത്ത് ചെന്ന് നിന്നു. എന്നിട്ടോ സാ ആയുധ അഷ്ടമഹാഭുജ, സായുധ ആയുധങ്ങളോടുകൂടി 8 മഹാഭുജങ്ങളോടും 8 ഭുജങ്ങളിൽ ആയുധങ്ങൾ ഏന്തി ആ ദേവി, ആ വിഷ്ണുമായ ആ ദുർഗാദേവി എന്ത് ചെയ്തു? അവൾ അദൃശ്യത, വിഷ്ണു സഹോദരിയായ അവൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. അഷ്ടഭുജങ്ങളോടുകൂടി ആ ദേവി ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. സാ തദ്ഹസ്താത് സമുത്പത്യ സത്യോ ദേവ്യംബരം ഗത അദൃശ്യതാനുജ വിഷ്ണോ സായുധാഷ്ടമഹാഭുജ. സർവാധികാരിണി ദുർഗേ ദുർഗേ മഹാദേവി ദുർഗദീനാശിനി പാഹി പാഹി. സർവാധികാരിണി ദുർഗേ മഹാദേവി ദുർഗദീനാശിനി പാഹി പാഹി. കമനീയ രൂപിണി സർവതന്ത്രാത്മികേ നിജനാമന്ദിരേ പാഹി പാഹി. അപ്പോൾ അങ്ങനെ ദേവി ആകാശത്തിൽ പൊങ്ങി നിൽക്കുകയാണ്. ഈ ശ്ലോകം 10. ആ ദേവിയുടെ ആ വസ്ത്രങ്ങളൊക്കെ എങ്ങനെയാണ്? ദിവ്യശ്രഗംബരാലേപ രത്നാഭരണഭൂഷിത ധനുശൂലേഷു ചർമാസി ശംഖചക്രഗദാധര. ഷഗ് ദിവ്യ സ്രഗ് അംബര ആലേപ രത്ന ആഭരണ ഭൂഷിത ധനുഹു ശൂലേഷു ചർമ്മ അസി ശംഖചക്ര ഗദാധര. ദിവ്യമായ സ്രഗ് പൂക്കൾ കൊണ്ടുണ്ടാക്കിയ മാല, അംബര വിശേഷമായ വസ്ത്രങ്ങൾ, രത്നാഭരണഭൂഷിത രത്നാഭരണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരുന്നു ആ ദേവി. ധനുഹു ശൂലേഷു ചർമാസി, ധനുസ വില്ല്, ശൂലം, ശൂല ഇഷു ബാണം, ചർമ്മ പരിച, അസി വാള്, ശംഖ് ചക്രം ഗദ. അപ്പൊ 8 കൈകളിൽ 8 സാധനങ്ങൾ ഏതൊക്കെയാണ്? വില്ല്, ശൂലം, ബാണം, പരിച, വാള്, ശംഖ് ചക്രം ഗദ. ഇങ്ങനെ 8 കൈകളിൽ 8 ആയുധങ്ങളും ഏന്തി ആ ദുർഗാദേവി, ആ വിഷ്ണുമായ ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു കാണപ്പെട്ടു. കംസൻ കണ്ട ആ ദേവിയുടെ രൂപമാണത്. അപ്പോ കംസൻ ആ വിഷ്ണുമായെ കണ്ടു. കാരണം എന്താണ്? ആ ദേവിയുടെ പാദം സ്പർശിക്കാനുള്ള അവസരം അവന് കിട്ടി, അല്ലേ? ദേവിയാണത്. ദേവിയെ എടുക്കാനോ അല്ലെങ്കിൽ പാദം സ്പർശിക്കാനുള്ള അവസരം കിട്ടിയതുകൊണ്ട് അവന് ആ ദേവിയുടെ രൂപവും കാണാൻ സാധിച്ചു. ശ്ലോകം 10. ദിവ്യശ്രഗംബരാലേപ രത്നാഭരണഭൂഷിത ധനുശൂലേഷു ചർമാസി ശംഖചക്രഗദാധര. ശ്ലോകം 11. സിദ്ധചാരണ ഗന്ധർവൈ അപ്സര കിന്നരോരഗൈഃ ഉപാഹൃതോരു ബലിഭി സ്തൂയ മാനേതമബ്രവീൻ. പദച്ഛേദം. സിദ്ധചാരണ ഗന്ധർവൈഃ അപ്സരഃ കിന്നരഃ ഉരഗൈഃ ഉപാഹൃതഃ ഒരു ബലിഭിഃ സ്തൂയമാന ഇദം അബ്രവീത്. ഉപാഹൃതോ ഒരു ബലിഭിഃ, പൂജാ സാധനങ്ങളെ സമീപത്ത് കൊണ്ടുപോയി. അപ്പോ ദേവി ഇങ്ങനെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടതും
ആകാശ സഞ്ചാരികൾ, ആകാശത്തിലെ ദേവന്മാരും അപ്സരസുകളൊക്കെ എന്ത് ചെയ്തു? ആദരവോടുകൂടി ദേവിക്ക് പൂജാ സാധനങ്ങൾ കൊണ്ടുവച്ചു. അതാണ് പറയുന്നത് ഉപാഹൃതോരു ബലിഭി. പൂജാ സാധനങ്ങളെ സമീപത്ത് കൊണ്ടുപോയി അർപ്പിക്കുന്ന സിദ്ധചാരണ ഗന്ധർവ, സിദ്ധചാരണന്മാരും ഗന്ധർവന്മാരും അപ്സര കിന്നര ഉരക, അപ്സരസുകള് കിന്നരന്മാര് ഉരകങ്ങള് സൂയമാന, അവരെല്ലാരും ഭഗവാനെ അവർക്ക് എന്ത് കൊണ്ടുവച്ചു? പൂജാ സാധനങ്ങളെ കൊണ്ടുവച്ചിട്ട് ദേവിയെ സ്തുതിക്കുകയാണ്. ഇതം എന്നിട്ട് ഇതിനെ പറഞ്ഞു. അപ്പോ പൂജാ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് ആ ഗന്ധർവന്മാർ ദേവിയെ സ്തുതിക്കുകയാണ്. സർവാധികാരിണി ദുർഗേ മഹാദേവി ദുർഗതി നാശിനി പാകി പാകി കമനീയ രൂപിണി സർവതന്ത്രാത്മികേ മുനിജന വന്ദിതേ പാകി പാകി. അങ്ങനെ അവർ ദേവിയെ സ്തുതിക്കുകയാണ്. ശ്ലോകം 11 സിദ്ധചാരണ ഗന്ധർവൈ അപ്സര കിന്നരോരകൈ ഉപാകൃതോരു ബലിഭി സ്തൂയമാനേതമബ്രവീ. അടുത്ത ശ്ലോകം 12. ഇനി ആ കംസനോട് ആ ദേവി പറയുന്നതാണിത്. ശ്ലോകം 12. കിം മയാ ഹതയാ മന്ദാ ജാതഖലു തവാന്തകൃത് യത്ര കോവാ പൂർവശത്തുർ മാഹിംസി കൃപണാൻ വൃഥാ. പദച്ഛേദം. കിം മയാ ഹതയാ മന്ദാ ജാതഃ ഖലു തവാന്തകൃത് യത്ര കോവാ പൂർവശത്രു മാ ഹിംസീഹി കൃപണാൻ വൃഥാ. കംസനോട് എന്താണ് ദേവി പറഞ്ഞത്? അരേ ദുരാചാര നൃശംസ കംസ, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു, തവാന്തകൻ ഭൂമി തലേ ജനിച്ചു, ജവേന സർവത്ര തിരഞ്ഞുകൊള്ളുക എന്നാണ് ആ ദേവി കംസനോട് പറഞ്ഞത്. എന്താണ്? കിമ്മയ ഹതയ മന്ദ, എടാ മൂഢ, കിമ്മയ എന്ത് ഫലമാണ്? ഹതയ മയ, ഹനിക്കപ്പെട്ട എന്നെ കൊണ്ട് നിനക്ക് എന്താണ് ഫലം കിട്ടാൻ പോകുന്നത്? എന്നെ കൊന്നാൽ നിനക്ക് എന്ത് കിട്ടും? പിന്നെ പൂർവശത്രുഹു, മുൻജന്മത്തിൽ ശത്രുവായ തവ, നിന്റെ മുൻജന്മത്തിൽ കംസൻ കാലനേമിയായിരുന്നു, അപ്പോൾ ഭഗവാനായിരുന്നു ശത്രു, വിഷ്ണു അവനെ കൊന്നതാണ്. അന്ധകൃത്, നിന്റെ ആ അന്ധകൻ കാലൻ നാശകാരി, എത്ര കോപ ഏതോ ദുഃഖിൽ ജാതഹ ഖലു, ജനിച്ചുവല്ലോ. അപ്പോ ഞാനല്ല നിന്റെ അന്ധകൻ, നിന്റെ അന്ധകൻ എന്നെ ജനിച്ചു കഴിഞ്ഞു, നേരത്തെ തന്നെ ജനിച്ചു കഴിഞ്ഞു. ആ കോവ എവിടെയോ ഏതോ ദിക്കിലോ ജാതഹ ജനിച്ചുവല്ലോ, നിന്റെ ശത്രു ഏതോ ദിക്കിലോ ജനിച്ചുവല്ലോ. കൃപണാൻ, ദീനരെ വൃഥ, വ്യർത്ഥമായിട്ട് മാ ഹിംസി, ഹിംസിക്കരുത്, ദീനരെ നീ കൊല്ലരുത്. അരേ ദുരാചാര നൃശംസ കംസ, ദുഷ്ടനായ കംസ, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു, നിന്റെ പരാക്രമം സ്ത്രീകളോട് അല്ല വേണ്ടു. തവ അന്തകൻ ഭൂമി തലേ ജനിച്ചു, നിന്റെ അന്തകൻ ആ നേരത്തെ തന്നെ ജനിച്ചു കഴിഞ്ഞു. ജവേന സർവത്ര തിരഞ്ഞുകൊള്ളുക, നീ വേണമെങ്കിൽ പെട്ടെന്ന് തിരഞ്ഞു വയ്ക്കൂ എന്ന് ദേവി പറയുകയാണ്. ശ്ലോകം 12. കിമ്മയാ കഥയാ മന്ദ ജാതഖലു തവാന്തകൃത് യത്ര കോവാ പൂർവശത്രുർ മാ ഹിംസി കൃപണാൻ വൃഥാ. ശ്ലോകം 13. ഇതി പ്രഭാഷ്യതം ദേവി മായാ ഭഗവതി ഭുവി ബഹുനാമ നികേതേഷു ബഹുനാമ ബഭൂവഃ. ഇതി പ്രഭാഷ്യ തം ദേവി, ഇതി ഇപ്രകാരം, തം അവനോട്, പ്രഭാഷ്യ പറഞ്ഞിട്ട്, ഭഗവതി, ഭഗവതി എന്ന് വെച്ചാൽ ഐശ്വര്യപൂർണയും മായ വിഷ്ണുമായയുമായ ദേവി, ദേവി ഭുവി ഭൂമിയിൽ, ബഹുനാമ നികേതേഷു അനേകം പേരുള്ള ക്ഷേത്രങ്ങളിൽ, ബഹുനാമ അനേക നാമങ്ങളായിട്ട് ബഹൂവ ഭവിച്ചു. അപ്പൊ ഈ ദേവിയാണ് പല രൂപത്തിൽ പല നാമങ്ങളായി, ദുർഗയായും ഭദ്രകാളിയായും നാരായണിയായും സരസ്വതിയായും എല്ലാം നാം പല രൂപത്തിൽ പല ക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്നത്. ഇപ്പൊ വിഷ്ണു സഹോദരിയായ ഈ ദേവിയാണ്
അനേക നാമങ്ങളിലായിട്ട് പല ക്ഷേത്രങ്ങളിൽ വിരാജിക്കുന്നത്. ഇതി പ്രഭാഷ്യാതം ദേവി മായാ ഭഗവതി ഭുവി ബഹുനാമ നികേതേഷു ബഹുനാമ ബഭൂവഃ. ശ്ലോകം 14. തയാഭിഹിതമാകർണ്യ കംസ പരമവിസ്മിതഃ ദേവകീം വസുദേവം ച വിമുച്യ പ്രസൃതോ ബ്രവീത്. തയാ അഭിഹിതം ആകർണ്യ കംസഃ പരമവിസ്മിതഃ ദേവകീം വസുദേവം ച വിമുച്യ പ്രസൃതഃ അബ്രവീത്. തയാ അവളാൽ അഭിഹിതം പറയപ്പെട്ടതിനെ ആകർണ്യ കേട്ടിട്ട്, അതായത് ദേവി പറഞ്ഞത് എന്താണ് പറഞ്ഞത്? എന്നെ കൊന്നിട്ട് കാര്യമില്ല, നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു, വേണമെങ്കിൽ നീ പെട്ടെന്ന് തന്നെ അന്വേഷിച്ചു കൊള്ളുക. അപ്പോ അത് കേട്ട് പരമവിസ്മിത, ഏറ്റവും ആശ്ചര്യയുക്തനായ കംസൻ ആശ്ചര്യപ്പെട്ടു പോയി. അതെങ്ങനെയാണ്? ദേവകി പ്രസവിച്ച കുഞ്ഞ് ഇവിടെയല്ലേ കിടക്കുന്നത്, പിന്നെ എങ്ങനെയാണ് എന്റെ അന്തകൻ നേരത്തെ ജനിച്ചു എന്ന് പറയുന്നത്? ദേവകിയെയും വസുദേവനെയും വിമുച്യ മോചിപ്പിച്ചു. അപ്പൊ ചങ്ങലക്കിട്ടിരുന്ന ദേവകിയും വസുദേവനെയും മോചിപ്പിച്ചു. പ്രസൃത വിനയസഹിതനായിട്ട് അബ്രവീത് പറഞ്ഞു. അപ്പോ ആ മഹാദേവിയെ കണ്ട മാത്രയിൽ തന്നെ കംസന്റെ ദുഷ്ടത കുറേയൊക്കെ മാറി, അവൻ പരിശുദ്ധനായി. അതിനാൽ ഇത് സഹോദരിയാണ്, ഉപദ്രവിക്കുന്നത് കഷ്ടമാണ് എന്നൊക്കെ തോന്നിയതുകൊണ്ട് എന്ത് ചെയ്തു? ദേവകിയും വസുദേവനെ അഴിച്ചുവിട്ടു. അപ്പൊ ഇവരുടെ പുത്രനല്ല. അപ്പോ അവിടെ അശരീരി കേട്ട് തെറ്റാണെന്നാണ് കംസൻ വിചാരിച്ചത്. അപ്പൊ ദേവകി പാവം, ആ ഒരു പെൺകുഞ്ഞിനെയല്ലേ പ്രസവിച്ചത്, കഷ്ടമായി പോയല്ലോ, ഞാൻ ഇവളുടെ 6 കുട്ടികളെയും കൊന്ന് ഇവളെ കാരാഗ്രഹത്തിൽ അടച്ചത് കഷ്ടമായി പോയല്ലോ എന്ന് കംസൻ വിചാരിച്ചു. അതുകൊണ്ട് ദയ തോന്നി അവരെ അഴിച്ചുവിട്ടു. അപ്പോ ഇവിടെ കംസൻ എന്തോ ദയ തോന്നി. ദയ ഉണ്ടാകാൻ കാരണം എന്താണ്? ആ ദേവി സ്പർശനം ഉണ്ടായതുകൊണ്ടാണ്. ആ ദേവിയെ കൈ കൊണ്ടാണല്ലോ എടുത്തത്. പിന്നെ ആ ദേവിയുടെ ദർശനവും കിട്ടി. അങ്ങനെ ആ കംസന്റെ ആ ക്രൂരതയൊക്കെ ഒരുവിധം മാറിക്കിട്ടി. ആ ശ്ലോകം ഒന്നുകൂടെ പറയാം. തയാഭീതമാകർണ്യ കംസ പരമവിസ്മിതഃ ദേവകീം വസുദേവം ച വിമുച്യ പ്രസൃതോ അബ്രവീത്. അപ്പൊ അങ്ങനെ ആ ഭഗവാന്റെ ആ ദർശനം അല്ലെങ്കിൽ സ്പർശനം ആ മാത്രയിൽ തന്നെ അവന്റെ ആ മാലിന്യങ്ങൾ അല്ലെങ്കിൽ ദുഷ്ചിന്തകൾ എല്ലാം മാറി. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഭഗവാന്റെ ആ സ്മരണ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നാൽ നമ്മുടെ ദുഷ്ചിന്തകളൊക്കെ മാറി സത്ചിന്തയുണ്ടാകും. അപ്പൊ നമ്മുടെ ദുഷ്ചിന്തകൾ മാറണമെങ്കിൽ ആ ഭഗവാന്റെ നാമം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഹൃദയത്തിൽ ഭഗവാന്റെ രൂപം ധ്യാനിക്കുകയും വേണം. ശ്രീലളിതാംബികേ പാഹി പാഹി ശ്രീചക്രവാഹിനി പാഹി പാഹി കാരുണ്യരൂപിണി പാഹി പാഹി സർവസ്വരൂപിണി പാഹി പാഹി. ശ്രീലളിതാംബികേ പാഹി പാഹി ശ്രീചക്രവാഹിനി പാഹി പാഹി കാരുണ്യരൂപിണി പാഹി പാഹി സർവസ്വരൂപിണി പാഹി പാഹി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.